നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്സ് ആണ്. സെറ്റിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്സിന് തമ്മിൽ ചില ഓപ്പറേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിയൻ, അതായത് യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ്. നമുക്ക് രണ്ട് ഗ്രാഫ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. G1 V1 E1 അങ്ങനെ ഒരു ഗ്രാഫ്, G2 V2 E2 അങ്ങനെ രണ്ട് ഗ്രാഫ്സ് നമുക്കുണ്ടെന്ന് വിചാരിക്കാം. ആ രണ്ട് ഗ്രാഫ്സിന്റെ യൂണിയൻ എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു ഗ്രാഫ് G3 ആയിരിക്കും. രണ്ട് ഗ്രാഫിന്റെയും കൂടെ യൂണിയൻ, അതായത് G1 യൂണിയൻ G2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? അതിന്റെ വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് V1 യൂണിയൻ V2 ആയിരിക്കും. രണ്ട് ഗ്രാഫിലെയും വെർട്ടെക്സുകളുടെ കളക്ഷൻ എടുക്കുക, എന്നിട്ട് അതിന്റെ യൂണിയൻ ആയിരിക്കും ഈ മൂന്നാമത്തെ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് E3 എന്ന് പറയുന്നത് E1 യൂണിയൻ E2 ആയിരിക്കും. അതായത് രണ്ട് ഗ്രാഫ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഗ്രാഫ്സിന്റെയും എഡ്ജ് സെറ്റിനെയും അതുപോലെ തന്നെ വെർട്ടെക്സ് സെറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്ന ഗ്രാഫ് ആയിരിക്കും അതിന്റെ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഗ്രാഫ് എടുക്കാം. ഈ ഒരു ഗ്രാഫിൽ G1 നമുക്ക് തന്നിട്ടുണ്ട്. G1 അതായത് V1 V2 V3 V4 V5 എന്ന് പറഞ്ഞിട്ട് വെർട്ടെക്സ് സെറ്റ് ഉള്ള, അതുപോലെ എഡ്ജസ് ABCDEF എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് G1 കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ G2 എന്ന് പറയുന്ന ഗ്രാഫ്, അതിന്റെ വെർട്ടെക്സ് സെറ്റ് V1 V2 V3 V6 V5 ഇങ്ങനെയാണ്. അതിന്റെ എഡ്ജസ് എന്ന് പറയുന്നത് AHGKCL. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ഗ്രാഫുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ യൂണിയൻ എന്തായിരിക്കും? അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അതിന്റെ വെർട്ടെക്സ് സെറ്റുകളുടെ കളക്ഷനെയും എഡ്ജ് സെറ്റിന്റെ കളക്ഷനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു ഗ്രാഫ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ G1 എഴുതും. ഓക്കെ, G1 എന്ന് പറയുമ്പോഴത്തേക്കും വെർട്ടെക്സ് സെറ്റ് V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് എഡ്ജസ് എഴുതാം. വരയ്ക്കാം. അപ്പൊ V1 to V2, ഓക്കെ, പേരും കൂടെ വെക്കാം. V1 V2 V3 V4 V5. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്ത എഡ്ജസ് ഉണ്ട്. എഡ്ജസ് ഇങ്ങനെ വരച്ചു, ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ G1 എന്ന് പറഞ്ഞ ഗ്രാഫ്. ഈ G2 എന്ന് പറഞ്ഞ ഗ്രാഫ് ഇത്. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇത് വരച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. വെർട്ടെക്സ് V1 നിന്ന് എങ്ങോട്ടൊക്കെ എഡ്ജസ് പോയിക്കണേ? V2ലേക്കുണ്ട്. അത് ഓൾറെഡി നമ്മളിവിടെ വരച്ചു. A എന്ന് പറഞ്ഞ എഡ്ജ് വരച്ചു. ഇത് B എന്നുള്ള എഡ്ജാണ്, ഇത് C എന്നുള്ള എഡ്ജാണ്, ഇത് D ആണ്, ഇത് E, ഇത് F. ഓക്കെ, മാർക്കും ചെയ്തു. ഇനി V1 നിന്ന് V2ലേക്ക് A എന്നുള്ള ഒരു എഡ്ജ് ഉണ്ട്. അത് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഓക്കെ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കേണ്ട. ഇനി V1 നിന്ന് V3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. V1 നിന്ന് V3 നമ്മളൊരു B വരച്ചു ഓൾറെഡി. അത് കൂടാതെ V1 നിന്ന് V3ലേക്ക് ഒരു G എന്ന് പറയുന്ന എഡ്ജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എക്സ്ട്രാ വന്ന എഡ്ജാണ്. അതിന് നമുക്ക് V1 നിന്ന് V3 ഓൾറെഡി നമ്മൾ B വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരയ്ക്കേണ്ടത് ഒരു പാരലൽ എഡ്ജാണ്. ഓക്കെ, അപ്പൊ V1 നിന്ന് V3ലേക്ക് ഒരു പാരലൽ എഡ്ജ്, എന്താണ് പേര്? G ആണ് പേര്. G വരച്ചു. ഓക്കെ, ഇനി V2 നിന്ന് ബാക്കിയുള്ള എഡ്ജസിലേക്ക്. ഇനി V2 നിന്ന് V4ലേക്ക് V3ലേക്ക് എഡ്ജസ് ഉണ്ട്. അത് നമ്മളിവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഗ്രാഫ് നോക്കുക. V2 നിന്ന് V3ലേക്ക് ഒരു എഡ്ജ് പോയിട്ടുണ്ട്, C എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ വരച്ചതാണ്. ഇനി അടുത്ത വെർട്ടെക്സ് എടുക്കുക, V3 നിന്ന് എങ്ങോട്ടൊക്കെയാണ് പോയിരിക്കുന്നത് നോക്കിയേ? V2ലേക്ക് അത് നമ്മൾ വരച്ചു, V1ലേക്ക് വരച്ചു. നെക്സ്റ്റ് V6ലേക്കാണ് പോയിരിക്കുന്നത്. V6 ഇവിടെ മാർക്ക് ചെയ്യുക. V3 നിന്ന് V6ലേക്ക് ഒരു എഡ്ജ് വരയ്ക്കുക. ഓക്കെ, അതും വരച്ചു. ഇനി അടുത്തത് എന്താണ്? V1 നിന്ന് V6ലേക്ക് എഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് G1 ഇല്ലായിരുന്നു, പക്ഷെ G2ലുണ്ട്. അപ്പൊ V1 നിന്ന് V6ലേക്ക് വരച്ചു. ഓക്കെ, അത് H, പേരും കൂടെ കൊടുത്തു പോകും. അപ്പോൾ ഇതിന്റെ പേരെന്താ? V3 to V6 എന്ന് പറയുന്നത് K ആണ്. ഓക്കെ, അടുത്തത് വെർട്ടെക്സ് V5 നമ്മൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് G1 എന്നുള്ള ഗ്രാഫിൽ V5 ഉണ്ടായിരുന്നു, അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. G2ൽ നോക്കി V5 നിന്ന് V6ലേക്ക് ഒരു എഡ്ജ് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ V5 നിന്ന് V3ലേക്കും V4ലേക്കും വരച്ചിട്ടുണ്ട്. ആ എഡ്ജസ് ഇവിടെ ഉണ്ട്. കൂടാതെ V6ലേക്കും കൂടെ വരയ്ക്കണം. അപ്പൊ V5 നിന്ന് V6ലേക്ക് ഒരു എഡ്ജ് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരും എഡ്ജ്. V5 നിന്ന് V6ലേക്ക് എഡ്ജ് വരയ്ക്കാം. അതിന്റെ പേരാണ് L. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ കിട്ടിയ പുതിയ ഗ്രാഫിനെയാണ് നമ്മൾ G1 യൂണിയൻ G2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എഡ്ജ് സെറ്റിനെയും വെർട്ടെക്സ് സെറ്റിനെയും കമ്പൈൻ ചെയ്ത് വരച്ചു.
അപ്പൊ സിമിലർ ആയിട്ടുള്ള എഡ്ജസ് ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നിർത്തി. എക്സ്ട്രാ എഡ്ജ് അവർ പേര് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാരലൽ എഡ്ജ് ആയിട്ടും കൂടെ ചേർത്തിട്ട് വരയ്ക്കണം. ഓക്കെ, അങ്ങനെയാണ് G1 യൂണിയൻ G2 വരയ്ക്കുക. മനസ്സിലായല്ലോ? നെക്സ്റ്റ് പറയുന്ന ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ്. ഇതുപോലെ നമുക്ക് രണ്ട് ഗ്രാഫ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, G1 G2. G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നതാണ് ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ്. അതെങ്ങനെയായിരിക്കും ഇരിക്കുക? പുതിയൊരു ഗ്രാഫ് G4 ആയിരിക്കും. അതിനകത്ത് എങ്ങനെയായിരിക്കും എഡ്ജസ് വരിക? അതായത് രണ്ട് ഗ്രാഫിലും കോമൺ ആയിട്ട് വരുന്ന വെർട്ടിസസിനെയും എഡ്ജസിനെയും കൂടെ ചേർത്ത് വരയ്ക്കുന്ന പുതിയ ഗ്രാഫിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയുന്നത്. നമ്മൾ സെറ്റിൽ പറയാറുണ്ടല്ലോ, രണ്ട് സെറ്റുകൾ ഇന്റർസെക്ഷൻ, അതെന്താ ഡിഫൈൻ ചെയ്യാറുള്ളത്? രണ്ട് സെറ്റിലൂടെ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ ഗ്രാഫിനകത്ത് നമുക്ക് രണ്ട് ഗ്രാഫ് ഉണ്ട്. ആ രണ്ട് ഗ്രാഫിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് സെറ്റുകളെയും അതുപോലെ എഡ്ജ് സെറ്റുകളെയും കൂട്ടിയിട്ട് വരയ്ക്കുന്ന പുതിയ ഗ്രാഫിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇവിടെയും സെയിം എക്സാമ്പിൾ നോക്കാം. G1 ഇത്, G2 ഇത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഗ്രാഫിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എന്താന്ന് നോക്കാം. G1 ഇന്റർസെക്ഷൻ G2. അപ്പൊ എന്താ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? G1ലും G2ലും കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് ആരൊക്കെയാണോ അതുപോലെ എഡ്ജസ് ആരൊക്കെയാണോ അവരെ ചേർത്ത് വരയ്ക്കുക. അപ്പൊ V1 V2 V3 V4 V5 ആണ് G1ലുള്ളത്. അതേപോലെ തന്നെ G2ലുള്ളത് V1 V2 V3 V5 ആണ്. ഈ രണ്ട് ഗ്രാഫിന്റെ ഇന്റർസെക്ഷൻ നോക്കിയാൽ നമുക്ക് ഇന്റർസെക്ഷൻ ആയിട്ട് വരയ്ക്കുന്ന G1 ഇന്റർസെക്ഷൻ G2ൽ എന്തൊക്കെ വെർട്ടിസസ് വരണം? V1 വരയ്ക്കണം, V2 വേണം, V3 വേണം, പിന്നെ ഏതാ ഉള്ളത്? V5 വേണം. അങ്ങനെ ഈ 4 വെർട്ടിസസ് ആയിരിക്കും ഇന്റർസെക്ഷനിൽ ഉണ്ടായിരിക്കുക. അതുപോലെ കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ് ആരൊക്കെയാന്ന് നോക്കാം. ഇവിടെ A കോമൺ ആണ്, ഇവിടെയുണ്ട് അല്ലേ? രണ്ടിടത്തും A കോമൺ ആണ്. അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്ത് V1ഉം V2ഉം ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം, എഡ്ജ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ A കിട്ടി. ഇനി കോമൺ ആയിട്ട് വരുന്ന C ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെയും C ഉണ്ട്. അപ്പോൾ V2 V3 ആണ്, അത് V2 V3 വരച്ചു. ഓക്കെ, ഇനി കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ് ആരൊക്കെയാണ്? G ഇല്ല, K ഇല്ല, H ഇല്ല, ഇതൊന്നുമില്ല, E ഇല്ല, പിന്നെ ഏതാ ഉള്ളത് കോമൺ ആയിട്ട് വരുന്നത്? കോമൺ ആയിട്ട് വരുന്ന വേറെ എഡ്ജസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല അല്ലേ? അപ്പൊ ഈ V5 എന്നുള്ള വെർട്ടെക്സ് ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആയിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെയാണ് ഡിഫൈൻ ചെയ്തത്? യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ് ഡിഫൈൻ ചെയ്തു, ഇന്റർസെക്ഷൻ ഓഫ് ടു ഗ്രാഫ്സ് ഡിഫൈൻ ചെയ്തു. മൂന്നാമത് പറയുന്ന ഓപ്പറേഷൻ ആണ് റിംഗ് സം ഓഫ് ടു ഗ്രാഫ്സ്. റിംഗ് സം എന്ന് പറയും. അതായത് രണ്ട് ഗ്രാഫ്സ് G1 G2 എന്ന് പറയുന്ന രണ്ട് ഗ്രാഫ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ സം എന്ന് പറഞ്ഞാൽ റിംഗ് സം എന്ന് പറയും. അതായത് പ്ലസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ ചെയ്യാം. അപ്പൊ G1 പ്ലസ് G2, G1 റിംഗ് സം G2 ഈസ് എ ഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് V1 യൂണിയൻ V2 ആൻഡ് ഓഫ് ദ എഡ്ജസ് ഐദർ ഇൻ G1 ഓർ G2 ബട്ട് നോട്ട് ഇൻ ബോത്ത്. മനസ്സിലായോ? റിംഗ് സം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാഫ്സിന്റെ റിംഗ് സം എന്ന് പറഞ്ഞാൽ അതിന്റെ പുതിയ ഗ്രാഫ് ഫോം ചെയ്തെടുക്കുമല്ലോ. ആ പുതിയ ഗ്രാഫിനകത്ത് വെർട്ടെക്സ് സെറ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് ഗ്രാഫ്സിന്റെയും വെർട്ടെക്സുകളുടെ യൂണിയൻ ആണ്. ഓക്കെ, അപ്പൊ V1 യൂണിയൻ V2. പുതിയ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് ഗ്രാഫിലുള്ള വെർട്ടെക്സുകളുടെ യൂണിയൻ എടുക്കും. അതാണ് പുതിയ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് വരിക. എഡ്ജ് സെറ്റ് എങ്ങനെയായിരിക്കും വരിക? എഡ്ജ് സെറ്റ് ഐദർ ഇൻ G1, ഒന്നുകിൽ G1 ഉണ്ടായിരിക്കാം, ഓർ ഇൻ G2, ഒന്നുകിൽ G1 ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ G2 ഉണ്ടായിരിക്കാം. രണ്ടിലും കൂടെ ഉള്ള ലൈൻസിനെ എടുക്കില്ല. രണ്ടിലും കൂടെ ഉള്ള എഡ്ജസിനെ നമ്മൾ കൗണ്ട് ചെയ്യില്ല, എടുക്കില്ല. അപ്പോൾ ഒന്നുകിൽ എഡ്ജ് G1 ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എഡ്ജ് G2 ഉണ്ടായിരിക്കണം. വെർട്ടെക്സ് സെറ്റ് ആണെങ്കിലോ രണ്ടിലും കൂടെ ഉള്ള ആൾക്കാരെ മുഴുവനായിട്ട് എടുക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം സെയിം എക്സാമ്പിൾ നോക്കാം. G1 G2 രണ്ട് ഗ്രാഫ്സ് വിചാരിക്കുക. ആ രണ്ട് ഗ്രാഫ്സിന്റെ റിംഗ് സം എന്ന് പറയുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് എന്തായിരുന്നു? നമുക്ക് കിട്ടുന്ന പുതിയ ഗ്രാഫിനകത്ത് വെർട്ടെക്സ് സെറ്റുകൾ എന്ന് പറയുന്നത് രണ്ടിലും കൂടെ ഉള്ള എല്ലാ വെർട്ടെക്സിനെയും കൂടെ എടുക്കണം. അപ്പൊ നമുക്ക് V1 V2 V3 V4 V5 ആണ് ഫസ്റ്റത്തെ ഗ്രാഫിനകത്തെ. അപ്പോൾ ആ വെർട്ടെക്സുകൾ മാർക്ക് ചെയ്യാം. V1 V2 V3 V4 V5 ഇത്രയും വെർട്ടെക്സുകളുണ്ട്. രണ്ടാമത്തെ ഗ്രാഫിൽ V1 V2 V3 ഇവിടെ V6 ആണ്. അപ്പൊ V6 മാർക്ക് ചെയ്യണം. പിന്നെ ഒരു V5 ഉണ്ട്, അത് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വെർട്ടെക്സുകളാണ്. അതായത് രണ്ട് ഗ്രാഫ്സിലെയും വെർട്ടെക്സുകളെ മാത്രം എടുക്കും. എഡ്ജസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞേ? ഒന്നുകിൽ G1 ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ G2 ഉണ്ടായിരിക്കണം. രണ്ടിലും കൂടെ വരുന്ന കോമൺ
എഡ്ജസ് എടുക്കാനും പാടില്ല. അങ്ങനെയാണ് റിംഗ് സം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലൂടെ വരുന്ന കോമൺ ആൾക്കാരെ ആദ്യം ഒഴിവാക്കിയേക്കാം. ആരൊക്കെയാണ് കോമൺ ആയിട്ട് വരേണ്ടതെന്ന് നോക്കിയേ. ഈ എ എന്നുള്ള എഡ്ജ് കോമൺ ആണ് അല്ലേ, അപ്പോൾ അത് വരാൻ പാടില്ല. പിന്നെ കോമൺ ആയിട്ട് വരുന്ന സി ഉണ്ട്, സി വരാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും ആൾക്കാർ കോമൺ ഉണ്ടോ എന്ന് നോക്കിയേ. കോമൺ എഡ്ജസ് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിൽ എഡ്ജസ് ഒന്നുകിൽ G1 ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ G2 ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ ഒഴിവാക്കിയിട്ട് വരുന്ന ബാക്കിയുള്ള എഡ്ജസ് എല്ലാം കൂടെ എടുക്കാം, എന്നിട്ട് ഗ്രാഫിനകത്ത് വരയ്ക്കാം. അപ്പോൾ കിട്ടുന്നതാണ് റിംഗ് സം ഓഫ് ദ ടു ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. പിന്നെ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ V2 V4 ആണ്. V2 V4 എന്നുള്ളത് ഇത് വരും, അതായത് D വരും. ദെൻ V4 V5 വരും, F വരും. ഓക്കെ, ദെൻ V1 V3 B വരും. ദെൻ V3 V5 E വരും. ദെൻ ഈ ഗ്രാഫിനകത്ത് വേറെ ആരും ഇല്ല അല്ലെ, സി എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി, എ നമ്മൾ ഒഴിവാക്കി. അപ്പൊ G1 എല്ലാ എഡ്ജസും നമ്മൾ വരച്ചു. രണ്ടാമത്തെ ഗ്രാഫ് എടുക്കുക G2. G2 ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഇത് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ വരുന്ന എഡ്ജസിനെ ചേർത്തിട്ട് ഇവിടെ വരയ്ക്കാം. പിന്നെ വരുന്ന എഡ്ജസ് ആണ് V1 നിന്നും സ്റ്റാർട്ട് ചെയ്യാം. V1 to V3 ഉണ്ട് അല്ലെ, V1 to V3 ഇത് B ആണ് നമ്മൾ വരച്ചിരുന്നത്. V1 to V3 ഇവിടെ G ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വേറെ എഡ്ജാണ്, വേറെ പേര് കൊടുക്കണം അല്ലെ. ഇത് ബിയും ഇത് ജിയും ആണ്, അത് രണ്ടും വെവ്വേറെ എഡ്ജസ് ആണ്. സോ നമുക്ക് എങ്ങനെ വരയ്ക്കണം, അതൊന്ന് പാരലൽ എഡ്ജായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ G എന്ന് പറയുന്നത് അടുത്തൊരു എഡ്ജ് കിട്ടി. ഇനി എന്താ വേണ്ടതെന്ന് നോക്കിയേ. വിയിൽ നിന്ന് H എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ട് V6ലേക്ക്. ഓക്കെ, അപ്പൊ അത് വരയ്ക്കണം. വിന്ന് B6ലേക്ക് H എന്ന് പറയുന്ന എഡ്ജ് വരച്ചു. പിന്നെ അടുത്ത എഡ്ജ് ഏതാണ്? V1 ഇത് വേറെ ഒന്നുമില്ല അല്ലെ. അടുത്ത V2 എടുത്താൽ V2 ഇത് രണ്ടും നമ്മൾ കളഞ്ഞു. ഇനി V3 എടുത്താൽ ഇപ്പൊ ഇത് G ഓൾറെഡി വരച്ചു. ഇനി അടുത്ത് K ഉണ്ട്. V3 നിന്ന് V6ലേക്ക് K ഉണ്ട്. V3 നിന്ന് V6ലേക്ക് K വരച്ചു. ഇനി അടുത്ത V3 കഴിഞ്ഞു. V4 ഇല്ല. V5 നോക്കിയേ. V5 നിന്ന് V6ലേക്ക് ഒരു എഡ്ജ് ഉണ്ട് L എന്ന് പറഞ്ഞത്. അപ്പൊ V5 നിന്ന് V6ലേക്ക് ഒരു എഡ്ജ് L വരച്ചു. ഓക്കെ, V5 നിന്ന് V6ലേക്ക് L എന്നുള്ള എഡ്ജ് വരച്ചു. ഇനി എന്താ വരയ്ക്കേണ്ടത് നോക്കിയേ. ഇനി V6 എടുക്കുക. V6 നിന്ന് നമ്മൾ H വരച്ചു, K വരച്ചു, L വരച്ചു. ഓക്കെ, അപ്പോൾ ഈ പുതിയ കിട്ടിയ ഗ്രാഫ്, അതായത് G1 റിംഗ് സം G2, G1 റിംഗ് സം G2 എന്ന് പറയുന്ന ഗ്രാഫ് ഈ കിട്ടിയ ഗ്രാഫ് ആയിരിക്കും. അപ്പൊ എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് രണ്ട് ഗ്രാഫ്സ് G1 G2 രണ്ട് ഗ്രാഫ്സ് ഉണ്ട്. ആ ഗ്രാഫ്സിന്റെ റിംഗ് സം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രാഫ്സിന്റെയും വെർട്ടക്സ് സെറ്റുകൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. എല്ലാം മൊത്തം G1 മൊത്തം മാർക്ക് ചെയ്യുക, G2 മൊത്തം മാർക്ക് ചെയ്യുക. പിന്നെ എഡ്ജസ് എടുക്കുന്നത് ഒന്നുകിൽ G1 ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ G2 ഉണ്ടായിരിക്കണം. അതായത് രണ്ടിലും കൂടെ ഉള്ളതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് G1 G2 ഒന്നുകിൽ G1 അല്ലെങ്കിൽ G2 എല്ലാ എഡ്ജസിനെയും കൂടെ ചേർത്ത് വരയ്ക്കുക. കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാറ്റി നിർത്തുക. എന്നിട്ട് കിട്ടുന്ന പുതിയ ഗ്രാഫ് ആയിരിക്കും റിംഗ് സം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 3 ടൈപ്പ് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഒന്ന് ഇന്റർസെക്ഷൻ ഓഫ് ഗ്രാഫ്, യൂണിയൻ ഓഫ് ഗ്രാഫ്, മൂന്നാമത്തെയാണ് റിംഗ് സം. അടുത്തത് നമുക്ക് പറയുന്നത് ഡീകമ്പോസിഷൻ ആണ്. അതായത് ഒരു ഗ്രാഫ് ഡീകമ്പോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ അതിനെ 2 സബ് ഗ്രാഫ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. G1 G2 എന്ന് പറയുന്ന 2 സബ് ഗ്രാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. സച്ച് ദാറ്റ് 2 കണ്ടീഷൻ ഉണ്ട്. G1 യൂണിയൻ G2 എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഗ്രാഫ് G വരണം. ആൻഡ് ഓൾസോ G1 ഇന്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് ഒരു നൾ ഗ്രാഫ് ആയിരിക്കണം. അതായത് എവറി എഡ്ജ് ഓഫ് G occurs either in G1 or in G2 but not in both. അപ്പോൾ G എന്ന് പറഞ്ഞ ഗ്രാഫിനകത്തുള്ള എല്ലാ എഡ്ജസും ഒന്നുകിൽ G1 ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ G2 ഉണ്ടായിരിക്കണം. രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ 2 G1 G2 സബ് ഗ്രാഫുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗ്രാഫ് Gയെ നമുക്ക് ഡീകമ്പോസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, ഈ ഡീകമ്പോസിഷൻ നടത്തുമ്പോൾ അതിനകത്ത് ഐസൊലേറ്റഡ് വെർട്ടിസസിനെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എ ഗ്രാഫ് കണ്ടെയ്നിങ് M edges ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ that can be decomposed into 2 raised to m-1 different ways into pairs of subgraphs G1 and G2. അതായത് M edges ഉള്ള ഒരു ഗ്രാഫ് എടുത്താൽ
അതിനെ നമുക്ക് 2m-1 ഡിഫറെൻറ്റ് വേസിൽ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അതായത് അത്രയും സബ് ഗ്രാഫ്സ് ആയിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ 3 ഓപ്പറേഷൻസ്, അതായത് യൂണിയൻ, ഇന്റർസെക്ഷൻ, റിംഗ് സം, ഇതെല്ലാം നമുക്ക് ഏത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഗ്രാഫ്സിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗ്രാഫ് ജി നമുക്ക് 2ൽ കൂടുതൽ സബ് ഗ്രാഫ്സിലേക്ക് ഡീകമ്പോസ് ചെയ്യാനും പറ്റും. അടുത്ത നമുക്ക് പറയാനുള്ള ഡിലീഷൻ ആണ്. അതായത് G-Vi എന്നുള്ള ഒരു ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമുക്കൊരു ഗ്രാഫ് ജി ഉണ്ട്. ആ ജിക്കകത്ത് നിന്ന് Vi എന്ന് പറയുന്ന വെർട്ടെക്സിനെ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന പുതിയ ഗ്രാഫ് ആയിരിക്കും G-Vi എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ആവുന്ന എല്ലാ എഡ്ജസും അതിൻ്റെ ഒപ്പം ഡിലീറ്റഡ് ആയി പോകും. ഓക്കെ, ഡിലീഷൻ ഓഫ് എ വെർട്ടെക്സ് ഓൾവേസ് ഇംപ്ലൈസ് ദ ഡിലീഷൻ ഓഫ് ഓൾ ദ എഡ്ജസ് ദാറ്റ് ഇൻസിഡന്റ് ഓൺ ദാറ്റ് വെർട്ടെക്സ്. പർട്ടിക്കുലർ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ആവുന്ന എല്ലാ എഡ്ജസിനെയും നമ്മൾ ഡിലീഷൻ ആയി പോകും. അതായത് ഈ ഒരു വെർട്ടെക്സ് പോകുന്ന വഴി ഇതിലേക്ക് വരുന്ന എല്ലാ ഇൻസിഡന്റ് ചെയ്യുന്ന എല്ലാ എഡ്ജസും ഡിലീറ്റഡ് ആയി പോകും. ഓക്കെ, അതുപോലെ അതാണ് വെർട്ടെക്സ് ഡിലീഷൻ എന്ന് പറയുന്നത്. ഇനി എഡ്ജ് ഡിലീഷൻ എന്താണ്? ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ EJ എന്ന് പറയുന്ന ഒരു എഡ്ജ്. അപ്പൊ G-EJ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഗ്രാഫിൽ നിന്ന് EJ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എഡ്ജ് മാത്രം ഡിലീറ്റ് ചെയ്യുന്ന കിട്ടുന്ന പുതിയ ഗ്രാഫ്, അതിനെയാണ് G-EJ എന്ന് പറയുന്നത്. പുതിയ ആ സബ് ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് G-EJ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ഒരു എഡ്ജ്, ഇപ്പൊ ഗ്രാഫ് നമുക്കുണ്ട്, ഇതുപോലെ കുറെ എഡ്ജസ് വരുന്ന ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഇന്നൊരു പർട്ടിക്കുലർ എഡ്ജ് ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചു. ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ എഡ്ജ് മാത്രമായിരിക്കും ഇതിന് ഡിലീറ്റഡ് ആയി പോവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ വരുന്ന ഈ എൻഡ് വെർട്ടിസസിന് യാതൊരു മാറ്റവും വരില്ല. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു എന്ന് കരുതി അതിന്റെ വെർട്ടിസസിന് ഒരു ഡിഗ്രി കുറയുന്നു മാത്രമേ ഉള്ളൂ. അതല്ലാതെ വെർട്ടെക്സ് ഡിലീറ്റഡ് ആയിട്ട് പോകില്ല. അതേസമയം നേരെ തിരിച്ച് ഒരു ഗ്രാഫിൽ നിന്ന് ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ആവുന്ന എല്ലാ എഡ്ജസും ഒപ്പം ഡിലീറ്റഡ് ആയി പോകും. വ്യത്യാസം മനസ്സിലായല്ലോ? ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ആ പർട്ടിക്കുലർ എൻഡ് വെർട്ടിസസിന് ഒരു ഡിഗ്രി കുറയുന്നേ ഉള്ളൂ. ആ എഡ്ജ് അങ്ങ് ഡിലീറ്റഡ് ആയി പോകും. വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുപോലെ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ആവുന്ന എല്ലാ എഡ്ജസും ഒപ്പം പോകും വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുന്ന വഴി. ഓക്കെ, ഇനി ഡിലീഷൻ ഓഫ് ആൻ എഡ്ജ് ഡസ് നോട്ട് ഇംപ്ലൈ ഡിലീഷൻ ഓഫ് ഇറ്റ്സ് എൻഡ് വെർട്ടിസസ്. അപ്പോൾ എഡ്ജ് ഡിലീറ്റ് ചെയ്തു എന്ന് കരുതി എൻഡ് വെർട്ടിസസ് ഡിലീറ്റഡ് ആയിട്ട് പോകുന്നില്ല. അതായത് G-EJ എന്ന് പറയുന്നത് G റിംഗ് സം EJക്ക് ഈക്വലന്റ് ആയിരിക്കും. G-EJ എന്ന് പറഞ്ഞാൽ EJ എന്നുള്ള പർട്ടിക്കുലർ എഡ്ജ് ഡിലീറ്റ് ചെയ്യുകയാണ്. അത് G റിംഗ് സം EJക്ക് ഈക്വലന്റ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വെർട്ടെക്സ് ഡിലീഷനും എഡ്ജ് ഡിലീഷനും എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. വെർട്ടെക്സ് Vi ഇത്, എഡ്ജ് EJ ഇത് രണ്ടും ഡിലീറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം G-Vi, അതായത് Vi എന്നുള്ള ഈ പർട്ടിക്കുലർ വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്താൽ ഗ്രാഫ്സിന്റെ ഫോം എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള വെർട്ടെക്സ് സെറ്റുകളെല്ലാം മാർക്ക് ചെയ്തു. അതുപോലെ അതിൽ നിന്നും പോകുന്ന എഡ്ജസ് എല്ലാം മാർക്ക് ചെയ്തു. ഏതൊക്കെ മാർക്ക് ചെയ്യാൻ പാടില്ല? ഈ പർട്ടിക്കുലർ VJ എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ എഡ്ജസ്, ഈ 5 എഡ്ജസ് അല്ലെ, ഈ 5 എഡ്ജസ് ഈ ഗ്രാഫിൽ നിന്ന് റിമൂവ് ആയി പോകും. ഓക്കെ, ഈ 5 എഡ്ജ് VI എന്ന് പറയുന്ന വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുന്ന വഴി ഇതിലേക്ക് ഇൻസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ 5 എഡ്ജസ് അങ്ങ് ഡിലീറ്റഡ് ആയി പോകും. ബാക്കിയുള്ള വെർട്ടിസസും എഡ്ജസും അങ്ങനെ തന്നെ നിൽക്കും. അതാണ് G-Vi. അതുപോലെ അടുത്ത ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എഡ്ജ് ഡിലീഷൻ ആണ്. അതായത് G-EJ ആണ് പറഞ്ഞിരിക്കുന്നത്. G-EJ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഇതാണ് EJ എന്നുള്ള ഈ പർട്ടിക്കുലർ എഡ്ജ് മാത്രമേ ഡിലീറ്റഡ് ആയിട്ട് പോവുള്ളൂ. അതിന്റെ എൻഡ് വെർട്ടിസസിന് യാതൊരു മാറ്റവും വരില്ല. അതങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഒരു ഡിഗ്രി ഒന്ന് കുറയുന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ ഈ എൻഡ് വെർട്ടിസസ് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ G-EJ എന്ന് പറഞ്ഞ ഗ്രാഫാണ് ഈ വരച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഫ്യൂഷൻ ആണ്. നമുക്ക് ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. എ പെയർ ഓഫ് വെർട്ടിസസ് AB ഇൻ എ ഗ്രാഫ് ആർ സെറ്റ് ടു ബി ഫ്യൂസ്ഡ്, അല്ലെങ്കിൽ വേറൊരു പേരാണ് മെർജ്ഡ് ഓർ ഐഡന്റിഫൈഡ്.
അപ്പോൾ രണ്ട് വെർട്ടിസസ് എ ബി എന്ന് പറയുന്നത് ഫ്യൂസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ടു വെർട്ടിസസ് ആർ റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ ന്യൂ വെർട്ടെക്സ്, ഇപ്പൊ പറഞ്ഞ രണ്ട് വെർട്ടിസസ് നമുക്ക് പുതിയൊരു വെർട്ടെക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. എന്താണ് കണ്ടീഷൻ? എവറി എഡ്ജ് ദാറ്റ് വാസ് ഇൻസിഡന്റ് ഓൺ ഐദർ എ ഓർ ബി ഓർ ഓൺ ബോത്ത് ഈസ് ഇൻസിഡന്റ് ഓൺ ദ ന്യൂ വെർട്ടെക്സ്. അതായത് നമ്മൾ പുതിയതായിട്ട് കൺസിഡർ ചെയ്ത പുതിയ വെർട്ടെക്സിൽ നമ്മുടെ എ എന്നുള്ള വെർട്ടെക്സിൽ നിന്നും ബി എന്നുള്ള വെർട്ടെക്സിൽ നിന്നുള്ള ഒക്കെ എഡ്ജസ് ഒന്നുകിൽ എ എന്നുള്ളത് അല്ലെങ്കിൽ ബി എന്നുള്ളത് അല്ലെങ്കിൽ എക്കകത്തും ബിക്കകത്തും ഒരുമിച്ചും വരുന്നതായിട്ടുള്ള എഡ്ജസിനെ എല്ലാം കൂടെ ചേർത്ത് ഈ പുതിയ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ ചെയ്ത് പുതിയൊരു ഗ്രാഫ് എടുക്കുവാണെങ്കിൽ എ ബി എന്നുള്ള ആ വെർട്ടെക്സിനെ നമുക്ക് എന്ത് പറയാം? ഫ്യൂസ്ഡ് എന്ന് പറയാം. ഓക്കെ, അതായത് എക്കകത്തും ബിക്കകത്തും വരുന്ന കുറെ എഡ്ജസ് ഉണ്ടായിരിക്കും, രണ്ടുപേരുടെ കോമൺ ആയിട്ട് വരുന്നവരുണ്ടായിരിക്കും. ആ എഡ്ജസിന് എല്ലാത്തിനെയും കൂടെ പുതിയൊരു വെർട്ടെക്സ് ബി എന്നുള്ളതിലേക്ക് ഇൻസിഡന്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ എക്കകത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിക്കകത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ രണ്ടിലും എയിലും ബിയിലുമുള്ള കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ് എല്ലാം എടുക്കണം, എന്നിട്ട് അത് ബിക്കകത്ത് ഇൻസിഡന്റ് ചെയ്യിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എയും ബിയെ നമുക്ക് ഫ്യൂസ്ഡ് ആണെന്ന് പറയാം. ഫ്യൂഷൻ ഓഫ് ടു വെർട്ടിസസ് ഡസ് നോട്ട് ഓൾട്ടർ ദ നമ്പർ ഓഫ് എഡ്ജസ്. അല്ലെ, ഒന്നുകിൽ നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൽ ഉണ്ടായിരുന്ന അതിനെ തന്നെ എടുത്ത് ഇവിടെ ചെയ്യുകയോ ചെയ്യണം, ബിക്കകത്തോട്ട് കൊടുക്കുകയോ ചെയ്യണം. അതുകൊണ്ട് ഒറിജിനൽ ഗ്രാഫിൽ വരുന്ന നമ്പർ ഓഫ് എഡ്ജസിന് ഇവിടെ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് വെർട്ടിസസ് ബൈ 1. അല്ലെ, ഇവിടെ രണ്ട് വെർട്ടിസസ് എ ബി ഉണ്ടായിരുന്നു, അതിന് പകരം പുതിയ ഗ്രാഫിൽ ഒരേ ഒരു വെർട്ടെക്സ് ബി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എഡ്ജ് സെറ്റ് ഇവിടെ എത്ര പേരുണ്ടായിരുന്നോ അതിനെ തന്നെ ഇവിടെ നമുക്ക് ഫ്യൂസ് ചെയ്യാം, ഇൻസിഡന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ വെർട്ടെക്സ് ഒരെണ്ണം കുറവായിരിക്കും. അപ്പൊ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ നമ്പർ ഓഫ് എഡ്ജസ് ബട്ട് ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് വെർട്ടിസസ് ബൈ 1. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിനകത്ത് എ ബി സി ഡി ഇ എഫ് ഇത്രയും വെർട്ടിസസ് ഉണ്ട്. എഡ്ജസ് 1 2 3 4 5 6 7 ഇത്രയും എഡ്ജസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാഫ് ജി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്യാൻ മീൻസ് എന്താ പറഞ്ഞത്? രണ്ട് വെർട്ടെക്സ് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ എ ബി എന്നുള്ള വെർട്ടെക്സ് ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും എടുക്കുവാണെങ്കിൽ ഇതിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യുക. അതായത് ഇതിനൊരു സിംഗിൾ വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ചുരുക്കുക. ഓക്കെ, അപ്പൊ സിംഗിൾ വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് എ ബി എന്ന പേര് തന്നെ കൊടുത്തേക്കുവാണ് ഇവിടെ. അപ്പൊ ഇവിടെ എ ബി എന്നുള്ള രണ്ട് വെർട്ടിസസ് ആണ് ഫ്യൂസ് ചെയ്യാൻ എടുത്തിരിക്കണേ. അപ്പൊ എക്കകത്തേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കാം. 1 2 4 അല്ലെ. അപ്പൊ ഈ 1 2 4ന് 1 നമ്മൾ ഇവിടെ ഒരു സിംഗിൾ വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ 1 നമ്മൾ വരച്ചു, അതായത് ഇന്ന് പുതിയ വെർട്ടെക്സ് ആയ എ ബിയിലേക്ക് വരച്ചു, 1 എന്നുള്ള എഡ്ജ് വരച്ചു. പിന്നെ എന്താണ്? 4 വേണം അല്ലെ. എയിലേക്ക് വരുന്ന 4 എന്നുള്ള എഡ്ജ് ഉണ്ട്. അപ്പൊ സിന്ന് വരുന്ന 4 എന്ന് പറയുന്ന എഡ്ജ് പുതിയ വെർട്ടെക്സിലേക്ക് വരച്ചു. പിന്നെ പുതിയ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. അതായത് എ എന്നുള്ള വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ആൾക്കാരെ ആദ്യം നോക്കാം. അപ്പൊ നമ്മൾ 4ഉം പറഞ്ഞു 1ഉം പറഞ്ഞു. പിന്നെ വരുന്നത് 2 ആണ്. 2ന്റെ പ്രത്യേകത എന്താ? അത് എക്കും ബിക്കും കൂടെ കോമൺ ആയിട്ട് വരുന്ന ആളാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? എക്കും ബിക്കും സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന് സിംഗിൾ വെർട്ടെക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അതിനപ്പം നമ്മളൊരു ലൂപ്പ് എന്നുള്ള ഫോമിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ എയും ബിയും സെയിം തന്നെയായിട്ട് എടുത്താണ്. അപ്പോൾ ലൂപ്പായിട്ട് വരയ്ക്കും. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ആളെ എങ്ങനെ വരയ്ക്കും? ലൂപ്പായിട്ട് വരയ്ക്കും. ഓക്കെ, ഇപ്പോൾ 2 എന്നുള്ള എഡ്ജ് ലൂപ്പാണ്. അപ്പോൾ എക്കകത്തുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലെ, എഡ്ജസ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ബി എന്നുള്ള വെർട്ടെക്സ് എടുക്കുക. ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ആവുന്ന എഡ്ജസ് നോക്കാം. ഇപ്പോൾ 2ന്റെ നമ്മൾ വരച്ചു, 5ന്റെ വരയ്ക്കണം അടുത്തത്. അപ്പോൾ സിന്ന് ബിയിലേക്ക് വരുന്ന ഒരു എഡ്ജാണ് 5. അപ്പോൾ നമ്മളിത് പുതിയ വെർട്ടെക്സ് ആയ എ ബിയിലേക്ക് പുതിയൊരു എഡ്ജ് 5 വരച്ചു. ഓക്കെ, ഇനി ബിയിലേക്ക് വരുന്ന വേറൊരു എഡ്ജ് നിന്ന് 3 ആണ്. അത് എഫ് എന്ന് വരയ്ക്കണം. എഫിന്ന് 3 വരച്ചു. ഓക്കെ, ഇനി പിന്നെ വരുന്ന എഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിന്ന് വരുന്ന 6 എന്ന് പറയുന്ന എഡ്ജാണ് അല്ലെ. ബിയിലേക്ക് ഇൻസിഡന്റ് ആവുന്ന 6 എന്ന് പറയുന്ന എഡ്ജാണ്. അപ്പൊ പുതിയ വെർട്ടെക്സ് ആയ എ ബിയിലേക്ക് 6 എന്ന് പറയുന്ന ഇൻസിഡന്റ് ചെയ്തു. ഓൾറെഡി സി ഡിയിലുണ്ടായിരുന്ന 7 അത് മാർക്ക് ചെയ്തു. അപ്പൊ ഈ ഗ്രാഫ് ആയിരിക്കും നമ്മുടെ ഫ്യൂസ്ഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കിട്ടിയ പുതിയ ഗ്രാഫ് ആയിരിക്കും ഫ്യൂസ്ഡ് ഗ്രാഫ് അല്ലെങ്കിൽ മെർജ്ഡ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എയും ബി എന്ന് പറഞ്ഞ രണ്ട് വെർട്ടിസസിനെ മെർജ് ചെയ്ത്
ഒരു സിംഗിൾ വെർട്ടെക്സിലേക്ക് മാറ്റിയേക്കാണ്. ഓക്കെ, അപ്പോൾ എയിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജസിനെ ഇവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട്, ബിയിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജസിനെ കൗണ്ട് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്കകത്തും ബിക്കകത്തോട് കോമൺ ആയിട്ട് വരുന്ന ഇൻസിഡന്റ് വരുന്ന എഡ്ജിനെ നമ്മളിവിടെ ഒരു ലൂപ്പായിട്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മെർജ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രാഫ്സിലുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.